ഹരേ ഗുരുവായൂരപ്പ ശരണം. നമുക്ക് അർഹതയില്ലാത്തതിൽ ഒന്നും തന്നെ അനുഭവയോഗം ഉണ്ടാകില്ല. അതെന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, സ്വത്തോ സമ്പാദ്യമോ സ്നേഹമോ ഇതൊന്നും നമുക്ക് അനുഭവിക്കാൻ യോഗമില്ല എങ്കിൽ അവ നമുക്ക് അർഹതപ്പെട്ടതല്ല. ഈശ്വര നിശ്ചയപ്രകാരം നമുക്ക് അർഹതപ്പെട്ടത് സമയമാകുമ്പോൾ നമ്മിൽ വന്നു ചേരുകയും നമ്മെ വിട്ടുപോകാതെ ജീവനുള്ള കാലം വരെ നിലനിൽക്കുകയും ചെയ്യും. അസ്ഥിരമായ പ്രപഞ്ചത്തിൽ ഒന്നും സ്ഥിരമല്ലാത്തതുപോലെ ഞാനെന്ന് അഹങ്കരിക്കുന്ന ദേഹം പോലും നമുക്ക് അന്യമാകും. ആത്മാവും പരമാത്മാവും മാത്രം സ്ഥിരമായി നിലനിൽക്കും. അധർമ്മ പാതയിലൂടെ സമ്പത്തിന് പിന്നാലെ പായുമ്പോൾ ഓർക്കുക, ധർമ്മത്തിൻ്റെ കണ്ണുകൾ നമ്മുടെ കർമ്മത്തിൽ സദാ ജാഗരൂകമാണ്. ധർമ്മത്തിന് കോട്ടം സംഭവിക്കുമ്പോൾ കർമ്മത്തിൻ്റെ ധർമ്മകർത്താവായി ശനി ദോഷസ്ഥാനനായി വരുന്നു. നമ്മുടെ കർമ്മം തന്നെയാണ് നമ്മിൽ കർമ്മധർമ്മമായി വന്ന് ചേരുന്നത്. അതായത് സത്കർമ്മത്തിന് സദ്ബലവും ദുഷ്കർമ്മത്തിന് ദുഷ്ബലവും ദോഷബലവും നിശ്ചയമാണ്. ധർമ്മത്തിന് നിരക്കാത്ത കാര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ധർമ്മകർത്താവായ ഈശ്വരൻ വിവിധ രൂപത്തിൽ ഉദയം ചെയ്യുന്നു. ആദ്യം അത് സത്വാക്യങ്ങളുടെ രൂപത്തിലും സത്കർമ്മത്തിൻ്റെ നേരിൻ്റെ പാതയിലേക്ക് നമ്മെ നയിക്കുന്നു. തന്നിലൊത്തിരി നന്മയും ഈശ്വരവിശ്വാസവുമുള്ളവർ സത്പാതയിലേക്ക് വരിക തന്നെ ചെയ്യും. ഈശ്വരഭയമില്ലാത്തവർ അധർമ്മമാർഗങ്ങളിൽ ധനവർദ്ധനവിനായി സുഖസൗകര്യത്തിനായി ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷേ വളഞ്ഞ വഴിയിൽ നാം സമ്പാദിക്കുന്നത് എന്ത് തന്നെ ആയാലും മറ്റൊരു തരത്തിൽ നമുക്ക് വലിയ നഷ്ടമായി മാറും. സ്വസ്ഥതയും സമാധാനവും നഷ്ടമാകും. നമുക്ക് ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാം. ഈശ്വരവിശ്വാസത്തോടെ ജീവിച്ച് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താം. നമ്മുടെ വാക്കുകളും കർമ്മങ്ങളും ധർമ്മത്തിൽ അധിഷ്ഠിതമാകാൻ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.